നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാവുകയാണ്. രണ്ടാം പരാതിക്കാരിയുടെ മൊഴിയിന്മേലുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ മേലുള്ള ജാമ്യ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി നമുക്ക് നാളെ അറിയാൻ സാധിക്കും. പൂങ്കുഴലിക്ക് മുൻപാകെയാണ് പരാതിക്കാരി തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത്. 23 വയസ്സാണെന്നും ഒപ്പം ഇത് ബാംഗ്ലൂരുള്ള പെൺകുട്ടിയാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൃത്യമായി തന്നെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരും എന്ന് ഭയന്നിട്ടാണ് ഒന്നാമത്തെ അതിജീവിതയുടെ പരാതിക്ക് ശേഷം അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വന്നതിന് പിന്നാലെയാണ് തന്റെയും ഐഡന്റിറ്റി പുറത്തു വരും, തനിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുമെന്ന് ഭയന്നാണ് മൊഴി നൽകാതിരുന്നത്. എന്നാൽ പരാതിയിൽ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നുമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് രണ്ടാം കേസിലെ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. AIG ജി പൂങ്കുഴലി നേരിട്ട് രേഖപ്പെടുത്തിയ മൊഴിയിൽ ഭയം കൊണ്ടാണ് നേരത്തെ പരാതി നൽകാതിരുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്ന രാഹുൽ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഹോം സ്റ്റേക്ക് സമാനമായ സ്ഥലത്ത് എത്തിച്ച ശേഷം ക്രൂരമായി മാനഭംഗപ്പെടുത്തുകയായിരുന്നു എന്നും മൊഴിയിലുണ്ട്. യുവതിയെ കൂട്ടിക്കൊണ്ടുപോയ രാഹുലിന്റെ സുഹൃത്തിന്റെ പേരും മൊഴിയിലുണ്ട്. പൂങ്കുഴലി 4 മണിക്കൂറോളം എടുത്താണ് മൊഴിയെടുത്തത്. സൗഹൃദ രൂപത്തിൽ സംസാരിച്ചു തുടങ്ങിയ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയാണ് കൂടുതൽ അടുത്തത്. കേരളത്തിന് പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കൊണ്ടുപോയത്. അവിടെ എത്തിയ ശേഷം ശരീരമാസകലിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ അതിക്രമം നടത്തുകയായിരുന്നു. തനിക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടായിട്ടും പിന്മാറിയില്ല. പിന്നീട് തന്നെ എന്നല്ലാതെ ആരെയും വിവാഹം ചെയ്യാനാകില്ല എന്ന് പറഞ്ഞു. തുടർന്ന് അതേ വാഹനത്തിൽ വീടിന് സമീപത്ത് ഇറക്കി വിട്ടു. വീട്ടിലെത്തി തനിക്ക് മാനസികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരുന്നു എന്നും മൊഴിയിൽ പറയുന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും രാഹുൽ അടുക്കാൻ ശ്രമിച്ചു. സ്വകാര്യമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അതിന് സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട മറ്റ് പരാതി ഉയർന്നു വരുന്നത്. അതിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. പിന്നീട് ഇക്കാര്യങ്ങൾ വിശദമാക്കി KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചുവെന്ന് യുവതി മൊഴി നൽകി. KPCC അധ്യക്ഷന് ലഭിച്ച പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകാൻ വിസമ്മതിച്ചിരുന്ന യുവതി കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം മേധാവിക്ക് മൊഴി നൽകിയത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. ചില ചോദ്യങ്ങളാണ് ഈ ഒരു കേസ് വരുമ്പോൾ ചോദിക്കാനുള്ളത്. നേരത്തെ അതിജീവിത നമ്പർ 1, അതായത് ആദ്യത്തെ അതിജീവിത ഇവിടെ പരാതി നൽകിയിരുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ കൊണ്ടുചെന്ന് പരാതി നൽകാമെന്ന് കരുതി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓഫീസിലേക്ക് വെച്ച് നടത്താമെന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അതിജീവിത പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറുകയായിരുന്നു. ഇവിടെ നേരെ മറിച്ച് അപ്പോൾ അത് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് മുതലാണ് ഒരു പോലീസ് സ്റ്റേഷനായി മാറിയത് എന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നീടാണ് കൃത്യമായി തന്നെ ഈ ഒരു പരാതി ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്തിനായിരുന്നു ഉന്നയിച്ചതെന്ന ഒരു ചോദ്യം വന്നത്. അതിനുശേഷമാണ് KPCC അംഗങ്ങൾ പറഞ്ഞത് തങ്ങൾക്ക് ഇതുവരെ രാഹുലിനെതിരെ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞപ്പോൾ KPCC അംഗങ്ങൾക്ക് തന്നെ നേരിട്ട് KPCC പ്രസിഡന്റ് തന്നെ നേരിട്ട് ഒരു പരാതി വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് അല്ലേ എന്നുള്ള സംശയമാണ് പലരും ചോദിക്കുന്നത്. ഇനി പെൺകുട്ടി ഇത്രയും മാരകമായി ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ പറഞ്ഞിരുന്നില്ല, എന്തുകൊണ്ട് മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി പറയാൻ മടിച്ചത് ഒരുപക്ഷെ കള്ളം പുറത്തു വരുമോ എന്ന് ഭയന്നിട്ടാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പരാതിക്കാരി അനുഭവിച്ച ദുഃഖവും ദുരിതവും ഒപ്പം പരാതിക്കാരിക്ക് പറയാനുള്ള തെളിവുകളും രാഹുലിനെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 4 മണിക്കൂർ നേരമാണ് പൂങ്കുഴലിയോട് തന്റെ ദുരവസ്ഥ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും അതിജീവിത പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ പരാതി ഈ മൊഴി വിശദമായി തന്നെ അന്വേഷിക്കും. ഈ മൊഴി വിശദമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സെഷൻസ് കോടതിയിൽ നിന്നുമുള്ള ഉത്തരവ് എന്ന് കണ്ടറിയണം. ഈ കോടതിയിൽ നിന്നും രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്.